ഞാനാണ് ഇതിന്റെ പിന്നിലെന്ന് ആ നാറി നായകനെ പോയി അറിയിച്ചില്ലേ? ഇനി ഞാൻ എന്ത് ചെയ്യും? നിങ്ങൾ വെറുതെ ടെൻഷൻ അടിക്കേണ്ട റാവുജി. അവന്മാരിൽ ഒരുത്തനെ കരുവാക്കി മറ്റവനെ കൊല്ലാനുള്ള ഫാന്റാസ്റ്റിക് ഐഡിയ ഞാൻ പറഞ്ഞുതരാം. എന്താ നിക്ക് പറയാം. ഹലോ, നീ വലിയ സാമൂഹ്യ പ്രവർത്തകനല്ലേ? 10 നിമിഷത്തിനുള്ളിൽ നീ ഒറ്റയ്ക്ക് കൽക്കട്ട സ്റ്റീൽസിലേക്ക് വരണം. അല്ലെങ്കിൽ 2000-ലധികം വരുന്ന സ്കൂൾ കുട്ടികൾ ബോംബ് പൊട്ടി ചാവും. എന്താടാ, പിള്ളേരെ രക്ഷിക്കാൻ വന്നതാ? എന്നാ വേഗം രക്ഷിക്കേ. ഞാൻ പറഞ്ഞത് അപ്പാടെ വിശ്വസിച്ചു അല്ലേ? പക്ഷെ നിനക്ക് തെറ്റിപ്പോയടാ. നിന്നെ വരുത്താൻ ഞാനിട്ട സ്കെച്ചാടാ അത്. പക്ഷെ നിനക്ക് കൊല്ലാൻ കഴിയില്ല. നീ വിചാരിക്കുന്ന പോലെ ഞാൻ നായക്കല്ല, ചെറിയ ആണോ? എന്നാ ഇവനെ ഇപ്പൊ തന്നെ പൊക്കി കോടതി കൊണ്ടുപോയാലോ? മിണ്ടാടാ. നിങ്ങൾക്കൊരു കാര്യം അറിയണ്ടേ? നിങ്ങൾ വിളിച്ചത് നായകനെ, എടുത്തത് ഞാനും. നായകന്റെ ചേട്ടനുമല്ല അനിയനുമല്ല, പക്ഷെ നല്ലവനാ. നീ ഒരു ദുഷ്ടനും. നിന്നെ കൊല്ലുകയാണ് അവന്റെ ലക്ഷ്യം. സോ അവന് വേണ്ടി മരിക്കാൻ ഞാൻ തയ്യാറായ വന്നേ. നീ അവനും കൂടെ ചേർന്ന് എന്റെ സാമ്രാജ്യം തകർത്തു. നിന്നെ എന്റെ കയ്യിൽ കിട്ടി. അടുത്തത് അവനാ. എന്റെ ഫോൺ അവിടെ പോയി. എടാ നായക്, നിനക്ക് പകരം വന്ന ചെറി ചാകാൻ പോവാടാ. വാ, വന്ന് രക്ഷപ്പെടുത്തിക്കോ. നിനക്ക് 5 നിമിഷം സമയം തരാം. ഇത് നായിക്കാണോ ചെറിയാണോ? അതാണ് എനിക്ക് മനസ്സിലാകുന്നത്. സാർ, റാവുത്ത് എന്താ കെണി ഒരുക്കിട്ടെന്ന് സംശയമുണ്ട് സാർ. नायक मर गया भाई. നായക് ചത്തുപോയടാ. ഈ തെണ്ടിയും കൂടെ ചത്ത. ഇനി ഈ കൽക്കട്ട നമ്മളെ എതിർക്കാൻ ആരും ഉണ്ടാവില്ല. സഹിക്കുന്നതിന്റെ മാക്സിമം. പെണ്ണിന് ഇത്ര അഹങ്കാരം പാടില്ല.